ഹലോ ലിൻഡ, പറഞ്ഞോളൂ. ഇന്ന് ഞാൻ പുതിയൊരു ഐഡിയയും കൊണ്ടാ വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാല് മാർച്ച് 8 വനിതാ ദിനാണല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ട് നമുക്ക് ആപ്റ്റ് ആയിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ഒരാളെ നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായിട്ട് ജീവിത മുന്നോട്ട് പോവുകയാണ്. അതായത് സമൂഹവും അതായത് വീടും അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യൽ ഐക്കോണിക് ലേഡി എന്നൊക്കെ പറയാം നമുക്ക്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സഹോദരി അല്ലെങ്കിൽ ഫ്രണ്ട് എല്ലാമാണ് ചേച്ചി. അങ്ങനെയുള്ള ഒരു VIP നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? ഹായ് ശിവജി. ഇതാണ് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ VIP ഗസ്റ്റ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ സ്വന്തം ഷീനേച്ചി. അതെ, ഷീനേച്ചി. നമുക്ക് വരുന്നത് ഇനി മാർച്ച് 8 വനിതാ ദിനം. അപ്പൊ അതില് നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആയിട്ട് അവര് കുറെ ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും അത് പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് പറഞ്ഞിട്ട് ഇനി എന്തെങ്കിലും സംഭവിക്കോ അതുപോലെ മൂടി വെക്കുന്നതോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ആ ധൈര്യം ഇല്ലാതിരിക്കുന്ന കുറെ സ്ത്രീകള്, അമ്മമാര്, അപ്പൊ അവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും 2 വാക്ക് പറയാനുണ്ട്. സ്ത്രീകളും പെൺകുട്ടികളും അവരാണ് കൂടുതൽ അരക്ഷിതാവസ്ഥ നേരിടുന്ന ഒരു വിഭാഗം. പക്ഷെ ഇന്നത്തെ കാലത്ത് സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ സ്ത്രീ എല്ലാ സമൂഹത്തിന്റെ എല്ലാ മേഖലകളും അവള് കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു ഓഫീസിൽ ചെന്നാലും ഏതൊരു സ്ഥലത്ത് ചെന്നാലും സ്ത്രീ ആ ഒരു കഴിവ് കുറവൊന്നും കാണിക്കാതെ തന്നെ അവൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്ത്രീക്ക് ഏറ്റവും പ്രധാനമായും വേണ്ടത് നല്ല എഡ്യൂക്കേഷൻ നേടുക. അപ്പൊ അവർക്ക് അതിനുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് ഒക്കെ അവർക്ക് തന്നെ കിട്ടും. അതുപോലെ തന്നെ അവർക്ക് ഒരു കാര്യം ചെയ്യേണ്ടത് സമൂഹത്തിൽ അവർക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ പിന്നോക്കം നിൽക്കാതെ അതിന്റെ സാധ്യതകളും അവസരങ്ങളും തള്ളിക്കളയാതെ അത് നേരിട്ട് ഏറ്റെടുക്കാനായിട്ട് അവർ തയ്യാറാവണം. മാറി നിന്ന് കഴിഞ്ഞാൽ എന്നും മാറി നിൽക്കാനും നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ നിങ്ങളിങ്ങനെ ഒരു ചാനൽ ക്ഷണിച്ചപ്പോ ഞാനത് വെല്ലുവിളി ഏറ്റെടുത്തു. കാരണം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു വനിത എന്നതിൽ എന്റെ കൂടി ചുമതലയാണ്. ഞാൻ കഴിഞ്ഞില്ലോടെ നിങ്ങൾക്കിപ്പോ ബിസിനസ്സും വീടും കൊണ്ടുനടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിസിനസിന്റെ കാര്യങ്ങളും വീട്ടിലത്തെ മക്കള് അങ്ങനെ അത്ര ഒരു ചെറിയ മേഖല പോലും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഇത്രയും ഒരു പഞ്ചായത്തിന്റെ അതായത് മെയിൻ വാർഡായ 7ാം വാർഡിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും എന്തു പ്രയാസം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും എല്ലാം ഷീനേച്ചി ഒക്കെ സ്പോട്ടില് ഷീനേച്ചി അവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലി ആയാലും വിൻസേട്ടനും മക്കളായാലും എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഷീനേച്ചി ഇത്രയും സ്മാർട്ടായിട്ട് എങ്ങനെയാണ് കൊണ്ട് നടക്കണേ? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കുടുംബത്തിനായാലും അതുപോലെ തന്നെ പൊതുപ്രവർത്തനത്തിലായാലും എന്റെ ആത്മീയ കാര്യങ്ങൾക്ക് തുല്യ പ്രാധാന്യമാണ് ഞാൻ കൊടുക്കുന്നത്. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു പാഷൻ ഉണ്ടല്ലോ, മറ്റുള്ള സഹായിക്കാനുള്ള ഒരു പാഷൻ, നമുക്ക് അവരെ സഹായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി, അതാണ് പ്രധാനം. നമുക്ക് മറ്റൊന്നുമല്ല, അത് കിട്ടുന്ന സംതൃപ്തി. അപ്പൊ നമ്മളെക്കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന അതിന് അർഹതയുള്ള ഒരാൾക്ക് അവർക്ക് വഴി തെറ്റി നിൽക്കുകയാണ്, അവരെന്താ എവിടേക്ക് പോകണം, ഈ സഹായം എവിടെ കിട്ടും എന്ന് നിൽക്കുമ്പോൾ നമ്മളെ ഒരു കൃത്യമായ സ്ഥലങ്ങള് കൃത്യമായ രേഖകൾ സഹിതം സമർപ്പിക്കാനായിട്ട് അവർക്കൊരു മാർഗദർശിയായിട്ട് നൽകുക. അത് അവർക്ക് അതിന്റെ ഫലം അവർക്ക് കിട്ടുമ്പോൾ അവരുടെ മുഖത്ത് നിന്ന പുഞ്ചിരി, അതാണ് നമ്മുടെ ഒരു നേട്ടം എന്ന് പറയുന്നത്. ഏത് സമയത്തായാലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്കൊരു പദവി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏത് ഓഫീസുകാരോടും നേരിട്ട് നമുക്ക് അപ്പൊ തന്നെ അന്വേഷിച്ച് ആ സാധ്യതകൾ അവർക്ക് നേടിയെടുക്കാനായി കൊടുക്കാൻ സാധിക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഓഫീസിലായാലും അതുപോലെ തന്നെ പല സ്ഥലത്തും സ്ത്രീകൾ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് കുറെ പീഡനങ്ങളും ഇപ്പൊ ഇന്നത്തെ പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ മൊത്തം പീഡനങ്ങളുടെ കഥകളാണ്. അപ്പൊ ഇങ്ങനെ പീഡനങ്ങളൊക്കെ വരുന്നത്, അപ്പൊ ഇന്നത്തെ സ്ത്രീകൾക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല സമൂഹത്തില്. ഒന്നെങ്കിൽ അവര് സൂസൈഡ് ചെയ്യും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പൊ അതൊന്നും അല്ലാതെ ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടേതായ റൗണ്ടിലുണ്ടല്ലോ അതിലൊക്കെ എന്തെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഈ പഞ്ചായത്ത് വഴി? നമ്മള് സ്ത്രീകളും പെൺകുട്ടികളും പൊതുവെ നമുക്ക് പല തലത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ പലതും മൂടി വയ്ക്കുകയാണ്. കാരണം ഇല മുള്ളും ഇലയ്ക്ക് കേടുന്നുള്ള പഴയൊരു ചിന്താഗതി ഉണ്ട്. അത് കാരണം തന്നെ ആരും തന്നെ അത് പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് അവർക്ക് അതിനുള്ള സേവനങ്ങൾ കിട്ടാൻ ഒട്ടേറെ സർക്കാർ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇപ്പൊ ഈ മൊബൈലിലൂടെ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. നമ്മുടെ ഫോട്ടോസ് ഒക്കെ മോർഫ് ചെയ്ത് ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അങ്ങനെയും കുറെ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന് നമ്മുടെ മേധാവികളുടെ സഹപ്രവർത്തനം നമുക്ക് ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ തൊഴിൽ ഗ്രാമപഞ്ചായത്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവർക്ക് വീട്ടമ്മമാർക്ക് വേണ്ടി തന്നെ
കാർഷിക രംഗത്ത് ചെയ്യാൻ പറ്റുന്ന വീട്ടമ്മമാർക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ പോഷക കിറ്റ്, അതുപോലെ തന്നെ ഗ്രോ ബാഗ്, അങ്ങനെ കുറെ കാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സംരംഭം തുടങ്ങാനായിട്ട് നമുക്ക് അവർക്കൊരു സബ്സിഡി നിരക്കില് പൈസ ലോൺ എടുക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്രധാനമായിട്ടും അവരുടെ മറ്റുള്ളവരിൽ നിന്ന് സ്വയം പ്രതിരോധം കിട്ടാനായിട്ട് കരാട്ടെ പരിശീലനം, പെൺകുട്ടികൾക്ക് നമ്മള് കരാട്ടെ പരിശീലനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് സ്ട്രെസ് മൂലം അവര് പ്രധാനമായിട്ടും അവരുടെ സമ്മർദ്ദം, ഈ വീട്ടിലെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരുടെ ജീവിതത്തിനെ, കുടുംബത്തിനായാലും സമൂഹത്തിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് യോഗ പരിശീലനം നമ്മൾ എല്ലാ വാർഡുകളിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ കരാട്ടെ പരിശീലനം, യോഗ, ഈ തുടർന്ന് ഇപ്പൊ നീന്തൽ പരിശീലനം, വെള്ളത്തിൽ വീണാൽ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളത് കൂടി നമ്മൾ നീന്തൽ പരിശീലനം നമ്മൾ ചെയ്യും. അപ്പൊ ഈ രീതിയിൽ എപ്പോഴും വനിതകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ആസൂത്രണം ചെയ്യാറ്. ഞാൻ എപ്പോ നോക്കിയാലും ഷീനേച്ചിനെ കാണുമ്പോ ആ മുഖത്തൊരു പുഞ്ചിരി എപ്പോഴും ഉണ്ടാവും. ഇത്രയും നാളെ ഇന്നവരെ ഷീനേച്ചിന് മുഖത്തൊരു വിഷമം ഉള്ളിലുണ്ടെങ്കിൽ തന്നെ മുഖത്ത് ഭയങ്കര പ്രസരിപ്പാണ്. ആ ഒരു ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോ നല്ലൊരു സ്മാർട്ടാണ്. എങ്ങനെയാണ് ഈ സൗന്ദര്യം ഒക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്നത്? നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ തരുന്ന ഏറ്റവും നല്ല സമ്മാനം പുഞ്ചിരിയാണ്. അതിൽ അയാൾക്ക് ഒരു പക്ഷെ ടെൻഷനായി വരുന്ന ഒരാളായാൽ പോലും അവർക്ക് ആ പുഞ്ചിരി കിട്ടുമ്പോ അവര് മനസ്സിൽ നിറയും. പക്ഷെ ആ പുഞ്ചിരി കൊടുക്കാനായിട്ട് നല്ലൊരു മനസ്സും കൂടി നമുക്ക് വേണം, ഉണ്ടാവണം. പക്ഷെ എനിക്ക് അത് ചെയ്യാൻ കഴിയുന്നത് എന്റെ ഭർത്താവ്, എന്റെ ഫാമിലിയിൽ നിന്നുള്ള നല്ലൊരു സപ്പോർട്ടും സന്തോഷം എനിക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് അത്തരം എനിക്കും തിരിച്ചാളുകൾക്ക് കൊടുക്കാൻ സാധിക്കും. തീർച്ചയായും സമൂഹത്തിൽ കുറെ പേര് സന്തോഷിക്കുന്നവരുണ്ട്. അവർക്കും അവരുടെ ഫാമിലിയുടെയും ഹസ്ബൻഡിന്റെയും ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് പോലും പിന്നിലും നമ്മുടെ ഭർത്താവിന്റെ സപ്പോർട്ടും ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്റെ ഭർത്താവാണ്. കാരണം എനിക്ക് തോന്നുന്നു എല്ലാ പുരുഷന്മാരുടെയും പിന്നില് ഒരു സ്ത്രീ ഉണ്ടെന്നാണ് സാധാരണ നമ്മൾ പറയാം. പക്ഷെ ഓരോ സ്ത്രീയുടെ സന്തോഷത്തിനും വിജയത്തിനും പിന്നെ ഒരു പുരുഷനുണ്ടായിരിക്കും എപ്പോഴും നന്നായിരിക്കും. വനിതാ ദിനത്തിന് ആയിട്ട് എന്താ ആശംസയാണ് നമ്മുടെ ഇത് കേൾക്കുന്ന നമ്മുടെ കുറെ ആൾക്കാരുണ്ട്, നമ്മുടെ പ്രേക്ഷകരോട്? എല്ലാ വനിതകൾക്കും ഏറ്റവും അത്യാവശ്യം വേണ്ടത് നല്ല വിദ്യാഭ്യാസവും നല്ല സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള നല്ലൊരു സന്നദ്ധ, നല്ല മനസ്സും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയിൽ ഒതുങ്ങി നിൽക്കാതെ സമൂഹത്തിൽ ഇറങ്ങി ചെയ്യാനുള്ള നല്ലൊരു മനോധൈര്യം, ആത്മവിശ്വാസവും നല്ല വിദ്യാഭ്യാസത്തിന് കഴിയുന്നുള്ളത് കൊണ്ട് നിങ്ങൾ നല്ല വിദ്യാഭ്യാസം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം. വിവാഹത്തിനേക്കാൾ ഉപരി മക്കൾക്ക് കൊടുക്കേണ്ടത് നല്ല വിദ്യാഭ്യാസവും സ്വന്തം കാര്യം നിൽക്കാൻ നല്ല ജോലിയുമാണ്. അതോടൊപ്പം തന്നെ സ്വയം രക്ഷിക്കാനായിട്ട് സ്വന്തം പ്രതിരോധശേഷി നേടിയെടുക്കാനുള്ള കാര്യങ്ങളും അവർ മക്കൾക്കും ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് ഈ വനിതാ ദിനത്തില് പറയാനുള്ള സന്ദേശം. അതോടൊപ്പം എല്ലാ വനിതകൾക്കും വനിതാ ദിനത്തിന്റെ ആശംസകൾ നേരുന്നു. താങ്ക് യു.